Panikkar is here inside my house. This is my house, Sahadeva Mandiram, Olagatiyambalam, PO Mavelikara. 690510 is the pin actually. And what you know, like some bastards are there, some medical mafia and such type of insurance looting mafia is there. Is very what you know like active in this place actually. കുറേ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന മാഫിയ ഇവിടെ ഭയങ്കര ആക്റ്റീവാണ്. ഈ ഓലകെട്ടിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര ആക്റ്റീവാണ്. ഇവന്മാരിങ്ങനെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്നതാണ് പരിപാടി. ഇവന്മാർക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നിങ്ങളിവിടെ വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ ഒരു മോഹൻ സിംഗ് എന്ന് പറയുന്ന സദാനന്ദ മന്ദിരത്തിൽ ഒരു മോഹൻ സിംഗ്, പിന്നെ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ, ശ്രീലത, പിന്നെ ഒരു വൃന്ദ, ഇവരുടെ തന്നെ വീട്ടിലെ വൃന്ദ, പിന്നെ ഒരു SNDPയിൽ വരുന്ന ഒരു പത്മജൻ, പിന്നെ സൽപ്പകവല്ലി എന്ന് പറയുന്ന ഒരുത്തിയുണ്ട് ഇവിടെ പോച്ചയിൽ. സൽപ്പകവല്ലി അവളുടെ വീട്ടിൽ വന്ന് കയറി താമസിക്കുന്ന ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരുത്തനാണ്. അയാൾ മലബാറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവനിവിടെ മാവേലിക്കര പണ്ടൊരു ചെരുപ്പ് കടയായിരുന്നു. അപ്പോൾ ഇവനും ഒക്കെ കൂടെയാണ് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഇവന്മാർ. ഇങ്ങനത്തെ മാഫിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവന്മാർ എന്തും ചെയ്യും. ഇവന്മാരുടെ കയ്യിൽ മയക്കുന്ന സാധനങ്ങൾ, അങ്ങനെ പല നമ്മളെ മയക്കിയിടുന്ന സാധനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് ബിജു പി എന്ന് പറയുന്ന ഒരുത്തൻ. അവൻ കണ്ടല്ലൂരാണ്, അവൻ വക്കീലാണ്. അവൻ എൻ്റെ മുൻ ഭർത്താവാണ്. നമ്മളവനെ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞതാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഈ സുബ്രഹ്മണ്യൻ നമ്മളെ തെറി അഭിഷേകം നടത്തുന്നതൊക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അവനെപ്പോഴും ചോദിക്കും നിൻ്റെ ഭർത്താവ് എന്തിയടി, നിൻ്റെ കൊച്ചെന്തിയടി. അവനെ മുതുവട്ടാണ്. കാരണം ഈ ബിജു പി എന്ന് പറയുന്നവനെ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞതാണ്. അപ്പം ഇവന് കുറേ ഹിഡൻ അജണ്ടാസ് ഉണ്ടായിരുന്നു ഇവന്മാർക്ക് ഈ ബിജു പിയെ വെച്ച്. അപ്പം അത് ഇനി നടക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നടക്കാതെ പോയ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നിൻ്റെ ഭർത്താവ് എന്തിയടി, മറ്റവൻ എന്തിയടി, മറിച്ചവൻ എന്തിയടി എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് കാണാം. സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ ദ ഫാമിലി കോർട്ട് മാവേലിക്കര. മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ജഡ്ജ് എന്ന് പറയുന്നത് പി ഷേർലിദാസ്, BSc LLB ജഡ്ജാണ് അവരായിരുന്നു. 23 ജനുവരി 2019 ഓക്കെ, അന്നാണ് നമ്മൾ ഇവനെ ബന്ധം ഒഴിയുന്നത്. പി ബിജു എൻ്റെ ഏജ് അന്ന് കാട്ടിക്കുന്നേൽ ഹൗസ്, കണ്ടല്ലൂർ സൗത്ത്, കണ്ടല്ലൂർ വില്ലേജ്. ഓക്കെ, ഇത് ദീപ എസ് പണിക്കർ, ഡോട്ടർ ഓഫ് സഹദേവൻ മന്ദിരം, ഓലകെട്ടിയമ്പലം PO, ഓലകെട്ടിയമ്പലം പള്ളിക്കൽ നടുവിലെ മുറി, ഭരണിക്കാവ് വില്ലേജ്. അപ്പം നമ്മൾ ഈ അഡ്രസ്സും നമ്മുടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ടാണ്. അപ്പം petition for divorce by mutual consent filed under section 13B of Hindu Marriage Act 1955. ഓക്കെ, അപ്പോൾ അത് കോസ് ഓഫ് ആക്ഷൻ ഫോർ ദിസ് പെറ്റീഷൻ ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇവരുടെ ഡിക്രിയാണ്. ഡിക്രി എന്ന് പറയുന്നത് ദ OP ഈസ് അലൗഡ്. അപ്പോൾ നമ്മളിത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡിവോഴ്സിന് വേണ്ടിയായിരുന്നു, മ്യൂച്വൽ ഡിവോഴ്സ് അണ്ടർ സെക്ഷൻ 13B ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 ഡിക്ലെയറിംഗ് ദാറ്റ് ദ മാരേജ് ഇറ്റ് സോളംനൈസ്ഡ് ബിറ്റ്വീൻ ദ പെറ്റീഷണേഴ്സ് P Biju and Deepa S Panikkar on 16/6/2002 ഈസ് ഡിസോൾവ്ഡ് വിത്ത് ഇഫക്റ്റ് ഫ്രം this day given under my hand and seal of this court on 23rd day of January 2019. അപ്പോൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കോടതിയെക്കാട്ടി വലിയ ഏതോ കേമനാണെന്നാണ് അവൻ്റെ വിചാരം. അവനത് തെറിവിളിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്ഥിരം അവൻ്റെ തെറിവിളിയൊക്കെ ഇടുന്നുണ്ട്. അവന് മുതുപ്രാന്താണ്. അവന് പ്രാന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊന്ന് വിവരമെന്ന് പറയുന്നവനില്ല. മുതുപ്രാന്തും എടുത്തങ്ങ് നടക്കുക. അവനെന്തൊക്കെയോ വേണം നമ്മുടെ വസ്തുവും വകയൊക്കെ തട്ടിയെടുക്കണം. അവന് എന്നെ വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തട്ടിയെടുക്കണം. അങ്ങനെ പല വൻ കള്ളത്തരങ്ങൾ കാണിച്ച് നടക്കണം. അവന് ഭയങ്കര രോഗങ്ങളാണ്. അവനില്ലാത്ത രോഗങ്ങളില്ല. അവനങ്ങ് പിരിയിളകി നടക്കുക. അവന് ഉച്ചയ്ക്ക് എല്ലാവരും പറയുന്നത് കേട്ടോ, അവന് ഉച്ചയാകുമ്പോഴേ അവന് മിക്കവാറും. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഇന്നലെയോ മിനിങ്ങാന്നോ ആണെന്ന് തോന്നുന്നു, നമ്മൾ അമ്പാടിക്കടയിൽ നിൽക്കുമ്പോൾ ഇവൻ അവിടെ വെച്ച് നമ്മളെ തെറി വിളിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നു ഇവന് ഉച്ചയ്ക്ക് എന്തോ ചൂട് കയറിയിട്ട് ഇവനങ്ങ് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് ഈ റോഡെ ഇങ്ങനെ എന്നെ തെറി വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര രോഗമാണ് ഇവന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവന് ഭയങ്കര രോഗമാണെന്നുള്ളത്. നമ്മൾ നിരന്തരം ഇവൻ്റെ തെറിപ്പാട്ടിടുന്നുണ്ട്. ഇവന് ഭയങ്കര രോഗമാണ്. ഇവൻ എന്തൊക്കെയോ നടക്കാം. ഇവൻ്റെ മോനെ ഇതുപോലെ തന്നെ അവൻ്റെ മോനും ഇതുപോലെ തന്നെ കുടിയനാണ്. ഇവനും മഹാകുടിയനാണ്. അപ്പോൾ ഇവൻ്റെ മോനെ കൊണ്ടുപോയി എല്ലാം ഇട്ട് നല്ലപോലെ തട്ടിയിട്ടുണ്ട്. ഇൻഷുറൻസൊക്കെ തട്ടി നടക്കുകയാണ് ഇവൻ. 3 കോടിയൊക്കെ തട്ടിയെന്ന ആൾക്കാർ പറയുന്നത്. ഗൾഫിലായിരുന്നു അവനപ്പം, ഗൾഫ് ഇൻഷുറൻസ്. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ രാജസ്ഥാനിൽ, നമ്മുടെ ബാംഗ്ലൂർ, മറ്റിടെ മറിച്ചിടെ കേരളയിലൊക്കെ പലതും പുറത്തു വരുന്നില്ല.
കേരളയിലൊക്കെ ഇഷ്ടം പോലെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇവന്മാർ കൊലപാതകം നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നും പുറത്തു വരാത്തത് കേരളയിൽ അത്രയ്ക്ക് ഇൻഷുറൻസ് മാഫിയ അങ്ങ് വിളയാടുകയാണ്. ഇവന്മാർക്ക് നല്ല സപ്പോർട്ടാണ് ഇവിടെ. കേരളം ഭയങ്കര വെള്ളഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് ഇവന്മാരുടെ. അപ്പോൾ ഇതുകൊണ്ട് ഇതൊന്നും പുറത്തു വരാതിരിക്കുകയാണ്. പക്ഷെ വേറുള്ള സ്റ്റേറ്റിലൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സത്യസന്ധമായ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് കുറേ എണ്ണം ഒരു ജോലിയില്ലാതെ. പിന്നെ ഇപ്പം ആൾക്കാരപ്പം എന്താടി ലേസർ ലൂസർ നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക, നമ്മുടെ മുഖത്തെ ഫാറ്റ് ഉരുക്കുക. പിന്നെ നമുക്ക് വരുന്നതാണ് എണ്ണയില്ലാതെ കുക്ക് ചെയ്യാം. എണ്ണയില്ലാതെ കുക്ക് ചെയ്യുന്ന രീതി. അപ്പം നമ്മുടെ ഫാറ്റ് ഇങ്ങനെ വരാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള പല പല പരിപാടികളാണ് ഇവന്മാർക്ക്. അപ്പം ഇവന്മാരുടെ ഓരോ നമ്മളുടെ ഫോൺ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇതാക്കിയാൽ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫോണിൽ എന്തൊക്കെ ടൈപ്പുള്ള മെസ്സേജാണ് വരുന്നതെന്നൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കും ഇവന്മാരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എന്തുവാ ബിജു പി എന്ന് പറയുന്നവനും പിന്നെ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന ഒരാളും ഭയങ്കര ഇൻക്ലൂഡഡാണ്. ഇവളുമാരാണ് മെയിൻ. ഇവനുമാണ്. ഇവളും കൂടെ കല്യാണമൊക്കെ കഴിക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഇവൻ എന്നെ കല്യാണം കഴിച്ചു. എന്നെ അങ്ങ് വക വരുത്തിയേച്ച് ഇവക്കും ഇവനും കൂടെ കല്യാണം കഴിച്ച് 3 പിള്ളേർ എനിക്ക് ജനിക്കും എന്നൊക്കെയാണ് ഈ ബിജു പി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. എനിക്കങ്ങനെ ഒരു ഇതുമില്ല. അപ്പോൾ ഇവനങ്ങ് പറയുകയാണ്. ഞാൻ വിചാരിച്ചു പൊന്നച്ച എന്താണെന്ന്. അവസാനം നമുക്കിപ്പോഴാണ് മനസ്സിലായത്, കുറേ നാൾ കഴിഞ്ഞ് നമ്മുടെ ഈ ബന്ധമൊക്കെ ഒഴിയാറായപ്പോഴാണ്. അതുപോലെ നമ്മളെ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കത്തില്ല, നല്ല തുണിയൊന്നും ഉടുക്കരുത്. ഇവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ തയ്ക്കാൻ കൊടുത്താൽ അവിടെ വന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ പല രീതിയിലാക്കി കളയാൻ നമ്മൾ കൊടുത്ത ഇതേ അല്ല, അങ്ങനെ പല രീതിയിൽ അങ്ങനെ തെളിവുകൾ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ വാങ്ങിക്കാതെ പോരുക. മനസ്സിലായില്ലേ? അങ്ങനെ ഭയങ്കര രോഗമാണ് ഇവന്മാർക്ക്. എവിടെ പോട്ടെ ഭയങ്കര രോഗമാണ്. അപ്പോൾ അങ്ങനെ പല പല വേലകളാണ് ഇവന്മാരുടെ. അങ്ങനെ ഭയങ്കര ഇതായിട്ട് നമുക്ക് ഭയങ്കര വൻ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇവനെതിരെ. ഇവൻ നമ്മളെ പീഡിപ്പിക്കുന്നതിനും ഒക്കെ ഇവനുള്ളൂ എല്ലാം കൂടെ. നമ്മൾ നല്ല ഡ്രസ്സിലെഴുതുക, എൻ്റെ കുഞ്ഞിൻ്റെ വരെ ഡ്രസ്സ് പാത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ വലിയ സംഭവങ്ങളാണ്. അത് രാജമ്മ എന്ന് പറയുന്നവളും പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവളും ഒക്കെ ഇതിനകത്ത് നമ്മളൊരു നല്ല സാരി വാങ്ങിച്ചാൽ ഇവിടെമാരങ്ങ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ഏതൊക്കെ സാരി ഉണ്ടോ അതൊക്കെ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന കള്ളിയുടെ കയ്യിലുണ്ട്. കള്ളി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം. ഇങ്ങനെ നാണമില്ലാത്ത കള്ളി. അവൾ എല്ലാവരുടെയും ഇങ്ങനെ വേണം. അവൾ എല്ലാവരുടെയും എച്ചിൽ നക്കാൻ നടക്കുന്നവളാണ്. എല്ലാവരുടെയും എച്ചിൽ വേണം അവൾക്ക്. അങ്ങനത്തെ ഇതും കൊണ്ട് നടക്കുക അവൾ. ഭയങ്കര കള്ളിയാണ്. ഇതൊക്കെയാണ് സത്യസന്ധമായ കാര്യങ്ങൾ. ഓക്കെ, എങ്ങനെയാണ് ഇവന് മുതുപ്രാന്താണ്. നിങ്ങൾ കണ്ട ഡിഗ്രിയൊക്കെ നിൻ്റെ ഭർത്താവ് എന്തിയേടി, നിൻ്റെ കൊച്ചെന്തിയേടി എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ കൊച്ച് 10, 20, 21 വയസ്സായി. അപ്പോൾ അവളെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ അവൾ നല്ലപോലെ പഠിക്കുകയാണ്. പാളയെ കിടക്കുകയല്ല കൊച്ച്. എൻ്റെ കൊച്ചെന്തിയേടീന്ന് ചോദിക്കുമ്പോൾ പാളയെ കിടക്കുകയല്ല നമ്മൾ നോക്കാൻ. മനസ്സിലായില്ലയോ? അവളവിടെ ഞാനും 10, 20 വയസ്സായപ്പോൾ LLBക്ക് പഠിക്കുക. എന്നെ ആരും നിരക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ LLBക്ക് പഠിച്ച് പാസ്സായി വന്ന്. അതുപോലെയാണ് എൻ്റെ കൊച്ചും പഠിക്കുന്നത്. മനസ്സിലായോ? ഇവൻ്റെ മക്കളൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവൻ അറിയത്തില്ല. അവൻ്റെ മക്കൾ വെറും 3rd rate ബാസ്റ്റേഴ്സ് ആയിരുന്നു. 10ാം ക്ലാസ്സിൽ 8 നില പൊട്ടിയതാണ് ഇവളുടെ മോളെന്ന് പറയുന്ന ഒരുത്തി. പിന്നെ ഇവനാണെങ്കിൽ മലപ്പുറത്ത് കൊണ്ടുവിട്ടാൽ ഇപ്പോൾ ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടിയത്. ഇവളുടെ തന്നെ അപ്പച്ചിയുടെ ഇവ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നതിൻ്റെ പെങ്ങളുടെ തന്നെ മോനെയാണ് അവൾ കെട്ടിയേക്കുന്നത്. അപ്പം അല്ലെങ്കിൽ അവളുടെ കല്യാണം പോലും നടക്കത്തില്ലായിരുന്നു. അതും ഒരു ധർമ്മക്കല്യാണമാണ് നടത്തിയത്. ഇപ്പം എന്തോ മോനെയെല്ലാം അടിച്ചിട്ട് 3 കോടി കിട്ടിയാലങ്ങ് അഹങ്കാരം കൊണ്ടങ്ങ് നടക്കുക. ഭയങ്കര അഹങ്കാരമാണ് ഇവന്. അപ്പോൾ ഇതൊക്കെയാണ് സത്യസന്ധത. നിങ്ങൾ കണ്ട് ഡിഗ്രിയൊക്കെ അപ്പോൾ ഇങ്ങനെ പ്രാന്ത് എടുത്തങ്ങ് നടക്കുകയാണ്. അതിന് മുതുപ്രാന്ത, ഉച്ചപ്രാന്ത്. എല്ലാവരും പറയുന്നത് ഇവന് ഉച്ചയ്ക്ക് പ്രാന്ത. ആൾക്കാർ പറഞ്ഞ് ഇവനെ നല്ല ശരിക്ക് റെഡിയാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത് ആൾക്കാർ. അത്രയ്ക്ക് ന്യൂയിസൻസാണ് ഇവൻ. ആൻറ്റി സോഷ്യലും ന്യൂയിസൻസുമാണ് ഇവൻ. ഭയങ്കര ക്രിമിനൽ ആൻറ്റി സോഷ്യലും നാർസിസിസ്റ്റിക് ബിഹേവിയർ, പിന്നെ സൈക്കോപാത്ത്, നാർസിസിസ്റ്റിക് ബിഹേവിയർ, പിന്നെ എന്ന് വേണ്ട ഇവനെ എന്തൊക്കെ പറയാം. പിന്നെ മുതുവട്ട് ഇവനിങ്ങനെ ഇൻഷുറൻസ് ലൂട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഷെയറാണ്. ഇവിടെ ഈ വീട് നിൽക്കുന്നിടം തന്നെ 26 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം അതെൻ്റെ ഷെയറാണ്. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ് അല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ജീവിക്കാം എന്നുള്ള, ഇവിടെ താമസിക്കാം മരണം വരെ എന്നുള്ളതാണ് റൈറ്റ്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇതാണ് സത്യസന്ധമായ കാര്യങ്ങൾ.